അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 3 മോഡൽ സ്ലീവുകളാണ്. അപ്പോൾ സ്ലീവുകൾ 3ഉം ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം ഞാൻ കാണിച്ചു തരാം. ഇത് ബലൂൺ സ്ലീവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്യണ വീഡിയോ ആണ് ഇന്നുള്ളത്. ഇത് ബലൂൺ സ്ലീവ്, താഴ്ഭാഗത്ത് എലാസ്റ്റിക് ഇടണം, മുകളിൽ നല്ലോണം ചുരുക്കിട്ട് ചെയ്യാവുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ. അതുപോലെ തന്നെ ഇതായത് നോക്കി, ഇത് ചെറിയ പഫായിട്ട് വരുന്ന ബ്ലൗസിനൊക്കെ ഇപ്പോൾ വളരെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സ്ലീവാണ്, ഒരു ചെറിയ പഫ് സ്ലീവ്. ഇനി അടുത്തത് ഇത് വന്നിട്ട് ഒരു മട്ടൺ ലെഗ് സ്ലീവാണ് കേട്ടോ. അപ്പോൾ മട്ടൺ ലെഗ് സ്ലീവ് ചുടി മോഡലാണ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെ ചെയ്യണം എന്നൊക്കെ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. താഴ്ഭാഗം നല്ല നേർത്ത് വരണം, അതുപോലെ തന്നെ മുകളിൽ അത്യാവശ്യം വീതിയുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് കണ്ടാലോ. അപ്പോൾ കുറച്ച് മെറ്റീരിയൽ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, ഒരു മീറ്ററിൻ്റെ മെറ്റീരിയൽ. അതിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അളവ് അറിയേണ്ട ആവശ്യമില്ലല്ലോ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 മോഡൽ സ്ലീവല്ലേ ചെയ്യണത്. അപ്പോൾ ആദ്യം നമുക്ക് നോർമലായിട്ടുള്ള പഫ് സ്ലീവ്, അതായത് നമ്മൾ സാരി ബ്ലൗസിനൊക്കെ ചെയ്യും, പിന്നെ ചുരിദാറിന് ചെയ്യും, ലാച്ചയൊക്കെ തയ്ക്കുമ്പോൾ അതിൻ്റെ സ്ലീവായിട്ടും ഇങ്ങനെ ഈ മോഡൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് മെറ്റീരിയൽ മടക്കിയിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വീതി എടുക്കണം എങ്ങനെയാണെന്നറിയോ? നമ്മുടെ കൈക്കുഴി എത്രയാണെന്ന് നോക്കുക. നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്തിട്ടില്ലേ, ആ അളവിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ നമുക്കിതിന് വേണം. അപ്പോൾ നമ്മുടെ കൈക്കുഴി 7.5 ആണെങ്കിൽ ഈ മെറ്റീരിയലിൻ്റെ വീതി 8.5 എടുക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് കൈക്ക് തുണി തികയില്ല എന്നുള്ളൊരു ഒട്ടും പരാതി ഉണ്ടാവില്ല. ചിലരുണ്ടല്ലോ തയ്ച്ച് കഴിഞ്ഞാൽ കൈ എത്തണില്ല എന്നുള്ള പരാതി പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കൈക്കുഴിയുടെ അളവിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ എടുക്കുക. അത് 2 മടക്കിയിട്ടേക്കണം. ഞാൻ ഓരോ സ്ലീവേ വെട്ടണുള്ളൂ കേട്ടോ, എന്നാലല്ലേ ഈ തുണിയിൽ നിന്ന് 3 സ്ലീവ് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് തുണി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ തുണിയുടെ ലെങ്ത്ത് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. എത്ര ഇഞ്ച് ലെങ്ത്ത് വേണം, അങ്ങനെയുള്ള സ്ലീവ് തയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ തുണി 2 മടക്കിയിട്ടേക്കാണ്. 8.5 ഇഞ്ച് അളവുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യാണ് കേട്ടോ. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ സ്ലീവിൻ്റെ അടിവശമായിട്ട് എടുക്കുക. എന്നിട്ട് വേണ്ടത് കൈ നീളം എത്ര ഇഞ്ച് വേണം, അതായത് നമ്മുടെ കൈൻ്റെ ലെങ്ത്ത് എത്ര ഇഞ്ച് വേണം എന്നുള്ളത് ഫസ്റ്റ് മാർക്ക് ചെയ്യാം. കറക്റ്റായിട്ട് ലെങ്ത്ത് എടുക്കുക. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി കൊടുക്കണം കേട്ടോ. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി കൊടുക്കണം. അപ്പോൾ ഇത് സ്ലീവിൻ്റെ അടിവശമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സാധാരണ വെട്ടുമ്പോൾ ലെവലാക്കിയിട്ടൊക്കെ ഒന്ന് വെട്ടുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ലെവലാക്കിയിട്ടില്ല, റഫായിട്ട് വെട്ടുകയാണല്ലോ. അപ്പോൾ നമുക്ക് വേണ്ടത് എത്ര ഇഞ്ച് ലെങ്ത്ത് വേണം എന്നുള്ളതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയിട്ട് ഇത്രയും നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിമടക്കി തയ്ക്കാനും മുകളിലേക്കുള്ള 1 ഇഞ്ച് തയ്യൽ തുമ്പുമാണ് ഞാനിപ്പോൾ ഇട്ടത്. അപ്പം നമുക്ക് കൈക്ക് ഇത്രയും തുണികൾ വേണം. അപ്പം നമ്മുടെ ഈ മാർക്ക് ഉണ്ടല്ലോ, കൈ നീളം മാർക്ക് ചെയ്തതിനേക്കാളും ഒരു 4.5 ഇഞ്ച് താഴേക്ക് മൈനസ് ചെയ്തിട്ട് കൈക്കുഴി മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കൈ വരച്ചെടുക്കണം എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കറക്റ്റായിട്ട്. അപ്പോൾ ഇത്രയും നമ്മുടെ കൈ നീളം ആവശ്യമുള്ള തുണിയാണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ തുണി കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ, എന്നാലാണ് ഈ ഒരു മെത്തേഡിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 4.5 ഇഞ്ച് മൈനസ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നോർമൽ ഒരു സ്ലീവ് വെട്ടുമ്പോൾ അതായത് പോലെ നമ്മളിങ്ങനെ വളച്ച് വരച്ചെടുക്കും. നോർമൽ ഒരു സ്ലീവ് വെട്ടുമ്പോൾ നോക്കിക്കോ, ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കും. പക്ഷെ നമുക്ക് മുകളിൽ പഫ് വേണം. അതായത് ഒരുപാട് പഫല്ല, ഒരു കുഞ്ഞ് പഫ്. ഇനി കൈ വണ്ണം മാർക്ക് ചെയ്ത് അതിലേക്ക് നമ്മളിങ്ങനെ ആം ഹോളിൽ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്തും കൊടുക്കും. ഇപ്പോൾ കൈ വെട്ടണത് ഏകദേശം മനസ്സിലായല്ലോ. ഈ രീതിയിലാണ് നോർമൽ പഫൊന്നും ഇല്ലാത്ത ഒരു സ്ലീവ് കൊടുക്കുന്നത്. ഇനി വേണ്ടത് ഒരു 3 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക, മാറ്റി മാർക്ക് ചെയ്യുക. 3 ഇഞ്ച് മാത്രം കേട്ടോ. 3 ഇഞ്ച് മുകളിലേക്ക് മാറ്റി മാർക്ക് ചെയ്യുക. ഇത് പഫിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നോർമലായിട്ടുള്ള സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത്, അപ്പോൾ ഈ കക്ഷത്തിൻ്റെ അതായത് ആം ഹോളിൻ്റെ ആ പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻ്റ് നമുക്ക് മാറ്റം വരുത്തണില്ല, അതിലേക്ക് തന്നെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആം ഹോളിൻ്റെ ആ പോയിന്റിലേക്ക് തന്നെ കണക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇങ്ങനെ കുറച്ചൊന്ന് ബൾജ് ചെയ്ത് വരും. ഇതാണ് നമുക്ക് പഫ് ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ. ഈ ഭാഗമാണ് മുകളിലേക്ക് വരുന്നിട്ടുള്ള ആ ഭാഗം നമുക്ക് പഫിൽ പോകും. ബാക്കി നമുക്ക് കൈക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ മോഡൽ സ്ലീവാണ് നമ്മൾ പട്ട് സാരിക്ക് ബ്ലൗസ് തയ്ക്കുമ്പോൾ, അതുപോലെ തന്നെ കേരള സാരിക്ക് ടിഷ്യൂവിൻ്റെ ബ്ലൗസ് തയ്ക്കുമ്പോഴൊക്കെ ഈ മോഡൽ സ്ലീവ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അത് നല്ല ഫാഷനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതൊരു 22-25 വർഷം മുന്നേയൊക്കെ ഇത് ഫാഷനായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 23 വർഷം മുന്നേ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് എനിക്ക് തയ്ച്ച ബ്ലൗസ് ഈ മോഡൽ സ്ലീവ് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെയാണ് ഈ പഫൊന്നും ഇല്ലാത്ത ബ്ലൗസ് തയ്ച്ചത്. ഇപ്പോഴാണ് വീണ്ടും പഫൊക്കെ തിരിച്ച് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നോക്കി, നമ്മൾ ആ കൈ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കൊരു മട്ടൺ ലെഗ് സ്ലീവാണ് കേട്ടോ. ഈ സ്ലീവിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് മട്ടൻ്റെ കാലുണ്ടല്ലോ, നമ്മുടെ ആടിൻ്റെ കാല്, ആ ഒരു മെത്തേഡിലാണ് ഈ സ്ലീവ് വരുന്നത് കേട്ടോ.
അപ്പോൾ സാധാരണ സ്ലീവ് തയ്ക്കുന്നതിനേക്കാളും കൂടുതൽ തുണി ഇതിനാവശ്യമുണ്ട്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ താഴ്ഭാഗത്ത് ചുടി മോഡൽ വരും, അതുപോലെ തന്നെ മുകളിൽ പഫൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു നോർമൽ വ്യക്തിക്ക് ഒരു സ്ലീവ് ഫുൾ സ്ലീവിൻ്റെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 22 ഇഞ്ചാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മിക്കവരുടെ അളവെടുക്കുമ്പോൾ 22 ഇഞ്ചാണ് നമുക്ക് കിട്ടുക. ചിലരുടെ കൈക്ക് നീളക്കുറവ് വരുമ്പോൾ 21 പോവാറുണ്ട്. 21 സാധാരണ കൈനീളം. ഇനി തയ്യൽ തുമ്പ് ഒരു 1.5 ഇഞ്ച് അടിമടക്കാനും മുകളിലുള്ള തുണിയൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചുടി വേണമല്ലോ, കൈക്ക് അടിഭാഗത്ത് ചുടി വേണം. അതിനായിട്ട് നമുക്കൊരു 5 ഇഞ്ച് കൂടുതൽ കൊടുക്കാം. അപ്പോൾ ഇത് താഴ്ഭാഗത്ത് ചുടിക്ക് വേണ്ട മാർക്കാണ് കേട്ടോ. അതായത് നമ്മുടെ കൈയിൻ്റെ തണ്ടഭാഗത്ത് ഇങ്ങനെ ചുരുങ്ങി കിടക്കാനായിട്ട് 5 ഇഞ്ച് കൂടുതൽ എടുത്തു. അപ്പോൾ ആദ്യം നമ്മൾ കൈൻ്റെ ലെങ്ത്ത് എടുത്തു, അതിന് ശേഷം തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് എടുത്തു, പിന്നെ അടിഭാഗത്ത് ചുളുങ്ങി കിടക്കാനായിട്ട് ഒരു 5 ഇഞ്ചും കൂടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട്. പക്ഷേ മട്ടൺ ലെഗ് സ്ലീവ് എന്ന് പറയുമ്പോൾ മുകളിൽ നല്ലൊരു പഫ് വരുന്നുണ്ട്. കണ്ട, കൈ നീളം, തയ്യൽ തുമ്പ്, ചുടിക്ക് വേണ്ട 5 ഇഞ്ച്. ഓക്കെ, ചുരുങ്ങി ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ കൈയിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ ചുരുങ്ങി ഇരിക്കാനുള്ള 5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ? ഇനി വേണ്ടത് നമുക്ക് എന്താണ്, മട്ടൺ ലെഗിൻ്റെ ആ ഒരു പഫ് വരണമല്ലോ, അതിന് മുകളിലേക്ക് 5 ഇഞ്ച് മാറ്റി ഒരു മാർക്ക് കൊടുക്കുന്നുണ്ട്. മുകളിൽ 5 ഇഞ്ച് മാറ്റി. അപ്പോൾ ഇതുവരെയാണ് നമുക്കിപ്പോൾ കൈ വേണ്ടത്. നമ്മൾ തയ്യൽ തുമ്പൊക്കെ എടുത്തിട്ട്, അതായത് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും 5 ഇഞ്ച് നമ്മുടെ കൈയിൻ്റെ ചുടിഭാഗമൊക്കെ കൊടുത്തിട്ട് ബാക്കിയുള്ള 5 ഇഞ്ച് മുകളിലേക്ക്. അപ്പോൾ അത് വേറെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ലെങ്ത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ലെങ്ത്ത് എത്രയാണെന്നുള്ള കാര്യം ഒരു 30 ഇഞ്ച് 29 ഇഞ്ച് വന്നിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. എക്സ്ട്രാ അതാ നോക്കി 5 ഇഞ്ച് മുകളിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അതിൽ നമുക്ക് ചുരുക്കിന് വേണ്ടിയിട്ടാണ്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കൈനീളം അളന്നെടുത്തുന്ന മുകളിൽ നിന്ന് ഒരു 4.5 ഇഞ്ച് താഴേക്ക് മാറ്റി ഒരു മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കക്ഷത്തിൻ്റെയൊക്കെ ഉള്ള മാർക്ക് കേട്ടോ. ഇനി കൈവീതി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 7.5 + 1.5 8.5 ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 4 ഇഞ്ചോ 5 ഇഞ്ചോ കൂടുതൽ കൊടുക്കാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് ചുരുക്ക് കൂടുതൽ, അവിടെ ലൂസ് കൂടുതൽ വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അത്രയും എക്സ്ട്രാ തുണി കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്കും കൊടുക്കണം കുറച്ച് 4 ഇഞ്ച് കൂടുതൽ, മുകളിലേക്ക് നമുക്ക് 5 ഇഞ്ച് കൂടുതൽ കൊടുക്കണം. എന്നിട്ട് നമുക്ക് അതായത് ഇങ്ങനെ കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കണം. കണ്ടോ, കറക്റ്റായിട്ട്. ഇതിപ്പോൾ നോർമൽ സ്ലീവാണ്, പക്ഷേ നമ്മൾ പഫ് സ്ലീവ് വരുമ്പോൾ എങ്ങനെ വരുമെന്ന് ഞാൻ കാണിച്ചു തരാം. പഫ് മുകളിലേക്ക് 5 ഇഞ്ച് മാറ്റിയിട്ടിട്ടില്ലേ, ആ മാർക്കും വീതിയിലേക്ക് എക്സ്ട്രാ കൊടുത്ത മാർക്കും കൂടിയാണ് കണക്ട് ചെയ്യേണ്ടത്. ഇതുപോലെ നല്ല ഒരു പഫ് വരണം അവിടെ. അതിനായിട്ട് നല്ല വീതിയിൽ തന്നെ വരച്ചു കൊടുക്കണം. ഇതുപോലെ വരച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കൈയിൻ്റെ ലെങ്ത്ത് ഇവിടെയാണ്. ഇത് എക്സ്ട്രാ വന്നതാണ് നമ്മുടെ ആം ഹോൾ. കറക്റ്റ് ആം ഹോളിൽ തന്നെ വന്ന് നിൽക്കണം കേട്ടോ. അതായി കണക്ട് ചെയ്യണത് ഇതിലേക്ക് വന്ന് നിൽക്കണം. കണ്ടോ, ഞാൻ വെട്ടുമ്പോൾ നിങ്ങൾക്കൊന്നും കൂടെ മനസ്സിലാവും. അപ്പോൾ ഇതാണ് മട്ടൺ ലെഗ് സ്ലീവ് കേട്ടോ. പലരും കാണിച്ചിട്ടുണ്ട് വീഡിയോയിലൊക്കെ, പക്ഷെ ഒരുപാട് കണക്കുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കൈ വണ്ണം നമ്മൾ നല്ലോണം കറക്റ്റായിട്ട് നമ്മുടെ കൈത്തണ്ടയുടെ അളവെടുക്കുക. എന്നിട്ട് ഇവിടെ കറക്റ്റായിരിക്കണം കേട്ടോ. കൈൻ്റെ തണ്ടഭാഗത്ത് കറക്റ്റായിരിക്കണം. ആ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചുരുങ്ങി കിടന്നാലല്ലേ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ കൈ കയറുകയും വേണം. ഓക്കെ, ഇപ്പോൾ കൈ കയറുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇതുപോലെ ഞാൻ കൈവണ്ണം മാർക്ക് ചെയ്തു, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. അപ്പോൾ ഈ ഭാഗത്ത് വരക്കുമ്പോണ്ടല്ലോ ഒന്ന് ഷേപ്പ് ചെയ്ത് വരക്കണം കേട്ടോ. ഒരുപാട് പൊളച്ച് വീതിയിലേക്ക് പോകരുത്. ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് വരക്കണം. ഇതിപ്പോൾ കട്ടിങ് മാർക്കാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നും കൂടെ അവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ആം ഹോളിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് നോക്കിയേ. നമ്മൾ കൈ ആദ്യം മാർക്ക് ചെയ്തു, അതിൻ്റെ മുകളിലേക്ക് 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് നമ്മളിത് വരച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കൈയിൻ്റെ വീതി 5 4 ഇഞ്ച് കൂടുതൽ കൊടുക്കണം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ലൂസ് കൂടുതലുണ്ടെങ്കിലാണ് ഭംഗി ഉണ്ടാവുള്ളൂ, കൂടുതൽ ചുരുക്ക് വന്നാലാണ് ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതായത് താഴ്ഭാഗത്തുനിന്ന് മുകളിലേക്കും കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് കട്ടിങ് മാർക്കാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നോക്കി കൈ കാണിച്ചു തരാം. ഈ ഒരു ഷേപ്പ് വരണം, എന്നാലാണ് ഈ ഭാഗത്ത് നന്നായിട്ട് ചുരുക്കിട്ട് നമുക്ക് നമ്മുടെ നന്നായിട്ട് നല്ല തിക്കിൽ ചുരുക്കിടണം. നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. മട്ടൺ ലെഗിൻ്റെ ആ ഒരു സ്റ്റൈല് വരണമെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. താഴ്ഭാഗത്തും അതുപോലെ തന്നെ ചുരുക്ക് വരും. ചുരുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുടി പോലെ ഇങ്ങനെ കുറച്ചിങ്ങനെ ചുരുങ്ങി നിൽക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ കറക്റ്റായിട്ട് കിടക്കും. പക്ഷേ പഫും താഴ്ഭാഗത്തെ ചുരുക്കും കൂടിയാണ് എക്സ്ട്രാ തുണി വന്നിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കൊരു ബലൂൺ സ്ലീവ് കണ്ടാലോ. ബലൂൺ സ്ലീവ് എന്ന് പറയുമ്പോൾ താഴ്ഭാഗത്ത് എലാസ്റ്റിക് ഇട്ട് തയ്ക്കാനുള്ള സ്ലീവാണ് കേട്ടോ.
അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് 2 ഇഞ്ച് കൊടുക്കാം. എലാസ്റ്റിക് കൂടെ വരുമ്പോൾ കുറച്ച് ചുമ്മാ മടക്കി അടിക്കുകയല്ലോ, എലാസ്റ്റിക് വെക്കണമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് കൊടുക്കണം. സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, വീതി കൂട്ടി കൊടുക്കണം. അതായത് നമുക്ക് ലെങ്ത്ത് അല്ല കൂട്ടേണ്ടത്, വീതി കൂട്ടി കൊടുക്കണം. ലെങ്ത്തിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. സാധാരണ തയ്യൽ തുമ്പ് 1.5 കൊടുക്കുമ്പോൾ ഇതിനൊരു 2 ഇഞ്ച് കൊടുക്കണം അടിയിൽ എലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് കേട്ടോ. ഇനി വീതി ഒരു 5 ഇഞ്ച് വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് കൂട്ടി കൊടുക്കണം. തീരെ കുറഞ്ഞു പോകരുത്, കുറഞ്ഞാൽ നമുക്ക് ബലൂണായിട്ട് കിട്ടൂല കേട്ടോ. അപ്പോൾ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങനെയുള്ള സ്ലീവൊക്കെ ചെയ്യാൻ നിൽക്കുക. കുറച്ച് മെറ്റീരിയൽ ഇട്ടിട്ട് ബലൂൺ സ്ലീവ് അടിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല കണ്ടോ. ഇനിയുണ്ട് പല മോഡൽ സ്ലീവുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതാ നോക്കി, നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് കൊടുക്കുക, 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുക. അതേ ലെങ്ത്ത് തന്നെ ഇപ്പുറം പിടിച്ചിട്ട് 4.5 ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഓർക്കും ഞാൻ ഈ 4.5 തന്നെ പിടിക്കണത് എന്താണെന്ന്. എല്ലാ സ്ലീവിനും 4.5 ആണ് കേട്ടോ നമുക്ക് കൈ മൈനസിങ് കൊടുക്കേണ്ടത്. ഇനി ചെറിയൊരു സ്ലീവ് ആണെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇതാ നോക്കിയേ, കൈ ഇങ്ങനെ ഒരുപാട് വളവ് തിരിവൊന്നും വേണ്ട, സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ വരച്ചു കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ കൈവണ്ണം ഒരുപാട് കുറച്ച് കളയരുത്. ഈ നമ്മുടെ കൈവണ്ണം അളവെടുത്തിട്ട് ചെയ്യരുത്. എന്ന് വെച്ചാൽ എലാസ്റ്റിക് ഇടുമ്പോൾ അത് ചുരുങ്ങി വരാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ എൻഡിൽ നിന്ന് ഒരു ഇഞ്ച് മാറ്റിയിട്ട് അകത്തേക്ക് മാറ്റി ഒരു മാർക്ക് ഇട്ടിട്ട് അത് നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ. അപ്പോൾ കുഞ്ഞ് സ്ലീവ് ചെയ്യുമ്പോൾ 4.5 താഴെയുള്ള സ്ലീവുകൾ ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ മൈനസ് ചെയ്യേണ്ടത് ഇനി ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. മുമ്പും കാണിച്ചിട്ടുണ്ട്, എന്നാലും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് 1-ാം തീയതി ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. തയ്യൽ മുഴുവൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ക്ലാസ്സാണ്. ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ, ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തയ്യൽ പഠിക്കട്ടെ. ഒട്ടും തയ്യൽ അറിയില്ലെങ്കിലും നന്നായിട്ട് തയ്ക്കാനുള്ള രീതിയിലേക്ക് ഞാൻ ആക്കിയെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും പുറത്ത് കൊടുത്ത് തയ്ക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് തയ്ക്കാൻ താല്പര്യമുണ്ട്, ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് വിളിക്കുക. ലിസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. വെറും 1000 രൂപക്കാണ് ഞാൻ ക്ലാസ് കൊടുക്കുന്നത്. 1-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യണത്. ആഴ്ചയിൽ 3 ദിവസമായിട്ടായിരിക്കും ക്ലാസ് ഉണ്ടാവുക. അടിപൊളി ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ സ്ലീവുകൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ 3 മോഡൽ സ്ലീവുകൾ. ഇതൊക്കെ വെറൈറ്റി മോഡലാണ്. നമ്മൾ കുറച്ചൊക്കെ തയ്യൽ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഏത് മോഡലും നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ കണക്ക് കാര്യങ്ങൾ, കാൽക്കുലേഷൻ ചിലർക്ക് തയ്ക്കാനൊക്കെ അറിയായിരിക്കും. ആ കാൽക്കുലേഷൻ അറിയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ കാൽക്കുലേഷനൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അളവെടുത്തോ നമ്മുടെ മക്കളുടെ അളവെടുത്തോ നമുക്ക് പുറത്തേക്ക് തയ്ച്ചു കൊടുക്കാൻ കസ്റ്റമറുടെ അളവെടുത്തോ എങ്ങനെ വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ നോട്ട് ചെയ്തോളൂ, എന്നെ വിളിച്ചോളൂ. കമൻറ്റ് ബോക്സിൽ ഒന്ന് കയറി നോക്കുക. ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ വെച്ചിട്ടുണ്ടാവും കേട്ടോ. താങ്ക് യു.